ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റ്സ് പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സിൻ്റെ സൈറ്റിൽ കണ്ട അപ്ഡേറ്റ്സ് ആണ്. അവരുടെ സൈറ്റിൽ അവർ കുറച്ച് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ നേഴ്സസിൻ്റെ ആണ്. ഇന്നാണ് ഇട്ടിരിക്കുന്നത്. 9/11/2025 ഇട്ടിരിക്കുന്നത്. അത് അവർ സാക് ഹെൽത്ത് കെയർ ലേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് BSc നഴ്സിംഗ് പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സിന്റെ സൈറ്റിലാണ് കേട്ടോ. പിന്നെ ഇട്ടിരിക്കുന്നത് ഫാർമസിസ്റ്റിന്റെ 2 വേക്കൻസി ഉണ്ട്. സീനിയർ ഫാർമസിസ്റ്റിന്റെ വേക്കൻസിയാണ് ഇട്ടിരിക്കുന്നത്. 28/10/2025 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സീനിയർ ഫാർമസിസ്റ്റിന്റെ 2 പോസ്റ്റ്. അതും സാക് ഫാർമസിയിലേക്കാണ്. അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി പ്ലസ് QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണം. 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഇത് സീനിയർ ഫാർമസിസ്റ്റിന്റെ പോസ്റ്റാണ്. അതിൽ തന്നെ 2 വർഷം GCCയിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സീനിയർ ഫാർമസിസ്റ്റിന്റെ പോസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് സാക് ഹെൽത്ത് കെയറിലേക്ക് തന്നെയാണ്. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ ലബോറട്ടറി മെഡിസിനിലുള്ള ലബോറട്ടറിയിലുള്ള ബാച്ചിലർ ഡിഗ്രി പ്ലസ് 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലബോറട്ടറി ടെക്നീഷ്യൻ സാക് ഹെൽത്ത് കെയർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വേക്കൻസി കണ്ടത് പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സിന്റെ വെബ്സൈറ്റിലാണ് കേട്ടോ. ലബോറട്ടറി ടെക്നീഷ്യന്റെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 21/10/2025 കേട്ടോ. അതുപോലെ തന്നെ കുറെ വേക്കൻസി അവർ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കോൾ സെന്റർ ഏജന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. വ്യൂ ഹോസ്പിറ്റലിലേക്കാണ് ഇട്ടിരിക്കുന്നത്. കോൾ സെന്റർ ഓഫീസർ വ്യൂ ഹോസ്പിറ്റലിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കോൾ സെന്റർ ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ചോദിച്ചിട്ടുള്ളത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കോൾ സെന്റർ ഓഫീസർ കേട്ടോ. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ വേക്കൻസി ഒക്കെ അവർ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോബ് നോക്കുന്നവരൊക്കെ പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വേക്കൻസീസ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അക്കൗണ്ടന്റിന്റെ വേക്കൻസി കിടപ്പുണ്ട്. അതൊക്കെ വേറെ അർബൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ്ങിലേക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നവര് പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സിന്റെ ഗ്രൂപ്പ് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. ലോജിസ്റ്റിക് ഓഫീസറിന്റെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഫെസിലിറ്റീസ് മാനേജറിന്റെ കിടപ്പുണ്ട്. ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ. ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നത് ഡെന്റൽ അസിസ്റ്റന്റ് ഇന്നലെ അവർ പബ്ലിഷ് ചെയ്തതാണ് കേട്ടോ. കൊറിയൻ മെഡിക്കൽ സെന്ററിലേക്കാണ് ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത്. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഡെന്റൽ അസിസ്റ്റന്റിൽ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് ഓവർസീസ് കാൻഡിഡേറ്റ് മിനിമം 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ QCHP ലൈസൻസ് GCCയിൽ 1 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രയർ എക്സ്പീരിയൻസ് അഡ്മിനിസ്ട്രിങ് ഡെന്റൽ എക്സ്റേസ് എക്സ്പീരിയൻസ് ഇൻ ദ ഫാസ്റ്റ് പീസ് വർക്ക് എൻവയോൺമെന്റ് മിനിമം 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ GCC അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിലിറ്റി ഉള്ള ഡെന്റൽ അസിസ്റ്റന്റ് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഡെന്റൽ അസിസ്റ്റന്റ് ചോദിച്ചിട്ട് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സ് അവരുടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് വേക്കൻസീസ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സ് അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഖത്തർ പവർ ഇന്റർനാഷണൽ ഹോൾഡിങ്സ് ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഖത്തറിന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഖത്തറിലുള്ള വേക്കൻസീസ് കിട്ടും. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അവരവരുടെ പ്രൊഫഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഓപ്പണിങ്സ് കാണാൻ പറ്റും. അതുപോലെ നഴ്സസിന്റെ ഒത്തിരി വേക്കൻസി അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ മാസത്തെയാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ഇന്നാണ്
പിന്നെ അവർ അടുത്തത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 9/11/2025 നഴ്സസിന്റെ ഒരു വേക്കൻസി സാക് ഹെൽത്ത് കെയർ ആണ് ഇട്ടിരിക്കുന്നത് പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ വെബ്സൈറ്റിൽ കേട്ടോ. അപ്പോൾ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, ഇല്ലാത്തവർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ വിൻ അനൗൺസ് ചെയ്യും. താങ്ക് യു സോ മച്ച്.